ഈയിടെ നമ്മുടെ വാർത്താമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയ ഒരു വാർത്തയായിരുന്നു കേരളം കുടവയറുള്ളവരുടെ കാര്യത്തിൽ ഇന്ത്യയിൽ നമ്പർ 1 ആണെന്നുള്ളത്, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട്. എന്താണ് ഈ കുടവയറിൻ്റെ പ്രശ്നം? നിങ്ങളുടെ ശരീരത്തിലെ ഫാറ്റ് ഒരളവിൽ മുകളിലേക്ക് ആയിക്കഴിഞ്ഞാൽ അത് എവിടെയായാലും അപകടമാണ്. പക്ഷേ ഫാറ്റ് എവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് കൂടി ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിനോടുള്ള റിസ്കിനോട് ബന്ധപ്പെടുത്തിയതാണ്. ഫാറ്റ് 2 തരത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടാറുണ്ട്. ഒന്ന് ആൻഡ്രോയിഡ് കുടവയറുള്ള മസ്കുലിൻ ടൈപ്പ് ഫാറ്റ് എന്ന് പറയുന്ന ആപ്പിൾ ഷേപ്ഡ് ബോഡി പാറ്റേൺ. രണ്ടാമത് ഫെമിനിൻ ഗൈനോയിഡ് എന്ന് പറയുന്ന പിയർ ഷേപ്ഡ് ഹിപ്പിൻ്റെയും തൈൻ്റെ അവിടെയൊക്കെ ഫാറ്റുള്ള ആളുകൾ. ഈ വിസറൽ ഫാറ്റ് നമ്മുടെ പാൻക്രിയാസിൻ്റെ ഫങ്ഷൻസിനെ ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യും. പാൻക്രിയാസിന് ലോ ഗ്രേഡ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനും ഈവൺ ഒരു ഫാറ്റി പാൻക്രിയാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വരെ അത് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയും, ടൈപ്പ് 2 ഡയബറ്റീസിനുള്ള ചാൻസസ് അധികമാവും, കാർഡിയോവാസ്കുലർ ഡിസീസിനുള്ള ചാൻസസ് അധികമാവും, ഹൈപ്പർ കൊളസ്ട്രേമിക്കുള്ള ചാൻസസ് അധികമാവും. പേഴ്സണൽ ട്രെയിനേഴ്സിന് വളരെ ഈസി ആയിട്ട് അവരുടെ ക്ലയൻസിൻ്റെ വേസ്റ്റ് ടിപ്പ് റേഷ്യോ അളന്ന് നോക്കിയിട്ട് അവർക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരാനുള്ള ചാൻസിനെ കുറിച്ചിട്ട് അവരെ ബോധവൽക്കരിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് വേസ്റ്റ് അളക്കേണ്ടത് നാരോസ്റ്റ് പാർട്ട് ഓഫ് ടോസോ ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിഫോയിഡ് പ്രോസസ്സിൻ്റെയും ഉംബ്ലിക്കസിൻ്റെയും ഇടയിലായിട്ടാണ് അത് വരിക. ആ അളവിനെ നിങ്ങളുടെ മാക്സിമം സർക്കംഫറൻസ് ഓഫ് ദ ബട്ടക്സ് അളന്നിട്ട്, അതാണ് ഹിപ്പ്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ വെച്ചിട്ട് റിസ്ക് മോഡറേറ്റ് ആണ്, ഹൈ ആണ്, വെരി ഹൈ ആണെന്നുള്ള രീതിയിലുള്ള ടേബിൾസ് ഉണ്ട്. അത് വെച്ചിട്ട് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. ഫാറ്റ് റിഡക്ഷനായിട്ട് ക്ലയൻസിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ടും പറ്റും. താങ്ക് യു.